CPM എന്ന പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും ക്രിമിനലുകളുടെയും ഒരു കൂടാരമായി മാറിയെന്ന് പ്രമുഖനായ CPM നേതാവായിരുന്ന സഖാവ് സുധാകരൻ പറഞ്ഞിരിക്കുന്നു. 2 തവണ മന്ത്രിയും നിരവധി തവണ MLA ആയിരുന്ന ആളാണ് സുധാകരൻ. കണ്ടെയ്നർ കണക്കിന് മയക്കുമരുന്ന് കടത്തിയ ഒരാൾ ഇന്നും CPMൻ്റെ സമുന്നതനായ നേതാവാണ്. അപ്പോൾ ഇയാളെയൊക്കെ അവിടെ വെച്ചിരിക്കുന്ന ആരാണ്? അതിൻ്റെ വിഹിതം പറ്റിയവർ തന്നെയായിരിക്കും. അപ്പോൾ സുധാകരൻ സഖാവ് പറയുന്നത് യാഥാർത്ഥ്യം തന്നെ. അല്ല, ഞങ്ങളൊന്നും ചേർന്ന CPM അല്ല. ഇത് CPM അല്ല, പേര് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസം ഒന്നുമില്ല. ഇത് കഞ്ചാവ് കച്ചവടക്കാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും അഴിമതിക്കാരുടെയും ഒരു പാർട്ടിയായി CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത ഒരു കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. H. സലാം, സജി ചെറിയാൻ, പിന്നെന്താ ഒരു അനസലിയുണ്ട് ഹരിപ്പാട്, ഇവിടെ ഒരു വിഷ്ണു, ഇവിടെ മയക്കുമരുന്ന് കടത്തിയ ഒരു ഷാനവാസ്, ഇവരെല്ലാം CPMൻ്റെ പ്രതിനിധികളായി വന്നപ്പോൾ ഞങ്ങൾ വന്ന CPM അല്ല. ഞങ്ങളൊന്നും ചേർന്ന CPM അല്ല. ഇത് CPM അല്ല, പേര് മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസം ഒന്നുമില്ല. ഇത് കഞ്ചാവ് കച്ചവടക്കാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും അഴിമതിക്കാരുടെയും ഒരു പാർട്ടിയായി അതിൻ്റെ മേളിൽ പാവപ്പെട്ട ഈ നാസർ കയറിയിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും കൈകാര്യം ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അയ്യോ, ഇതെന്താ ഏകാധിപത്യം? ഇവിടെ എല്ലാ സീറ്റിലും ഭൂരിപക്ഷം തോറ്റ ഒരാൾ പറയുകയാണ് ജനം അവരുടെ കൂടെയാണ്. പിന്നെ ജനം എൻ്റെ കൂടെ അല്ല, 28,000 പേരുടെ എനിക്ക് അധികം വോട്ട് ചെയ്ത് 75,000 വോട്ട് കിട്ടി. ആ 75,000 ജനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ എനിക്ക് 80,000 കിട്ടും. വേണോ? ഈ ജില്ലയിലെ എല്ലാവരും രാജിവെക്കുകയാണെങ്കിൽ ഞാനും രാജിവെക്കാം. വീണ്ടും ഇലക്ഷൻ നടക്കട്ടെ, ഒറ്റ സീറ്റ് കിട്ടൂല. അതുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തെ കുഴിയിലിറക്കാതെ സൂക്ഷിക്കുക. എന്നെപ്പോലുള്ളവർ നൽകിയ സംഭാവനകളൊക്കെ ജനങ്ങൾ മാന്യമായി ഓർക്കുക. അസഭ്യം പറഞ്ഞു. എൻ്റെ മകൻ്റെ വരുമാനം ഞാൻ വരുമാനത്തിൽ കൂട്ടി സർക്കാരിന് കൊടുത്തില്ല. ആരെ ഈ MLA പറയുകയാണ്, മുൻ MLA പറയുകയാണ്. അയാൾക്ക് എന്തറിയാം? കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ വിവാഹം കഴിച്ച് മാറി. അയാൾ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കൊടുത്താൽ മതി. ഇതുപോലും അറിയാൻ വയ്യാത്ത ആളെയാണ് നമ്മൾ MLA ആക്കിയത്. എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അവന് ഗൾഫിൽ ജോലിയാണ്, അവൻ്റെ ഭാര്യ എവിടെയാണ്. അയാളുടെ ശമ്പളം ഞാനെന്തിനാ കൂട്ടുന്നത്? ഞാൻ ആ ശമ്പളം അതിന് ഫാമിലി ഉണ്ട്, ആ ഫാമിലി ആയിപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് അല്ല. എത്രയോ വർഷമായി ഞങ്ങളുടെ സർക്കാരിനും അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാത്ത കാര്യം വിവരം കേട്ട ഈ മുൻ MLA പറയുകയല്ലേ? വല്ലതും പഠിച്ചിട്ടാണോ പറയുന്നത്? ചുമ്മാ ഓരോന്ന് പറയുകയാണ്. അത് പറയും, ഇത് പറയും, മറ്റത് പറയും, മറിച്ച് പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങളോ.